ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിത് രാവിലെ തന്നെ തുണി കുറേ എടുത്ത് നിലത്തിട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എല്ലാം കുത്തിച്ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മടക്കി എടുത്ത് വെക്കാമെന്ന്. തമ്പുട്ടീൻ്റെതും ഏട്ടൻ്റെതും എൻ്റെയും വീട്ടിലിടുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം, നിങ്ങൾ വിചാരിക്കും ഇതുവരെ ഒതുക്കാത്തതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഒതുക്കി വെക്കുന്നതാണ്. എന്നാലും വീണ്ടും എടുത്തൊരു മടക്കാനൊരു മോഹം കൊണ്ട് മടക്കുക എന്ന് വിചാരിക്കരുത്. അവിടെ ഇവിടെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വീണ്ടും കുത്തിച്ചുറ്റി വെക്കുന്നതും കൊണ്ടാണ് വീണ്ടും ഇരുന്ന് മടക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഇന്ന് തുടങ്ങി വെച്ചതല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ പണി നോക്കാമല്ലേ. നമുക്ക് ഏത് നേരം പണി തന്നെയാണ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക്. ഒന്ന് തീരുമ്പോഴത്തേക്കും ഒന്നായി പണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനും അതുപോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ കട്ടിലും കിടക്കൊക്കെ മാറ്റിയിടും, അല്ലെങ്കിൽ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. തിരിക്കലും മടക്കലും തട്ടലും കൊട്ടലും ഇതൊക്കെ തന്നെയാണ് പൊതുവെയുള്ള പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഈ തുണി ഫുള്ളും മടക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. വൃത്തിയാക്കിയിട്ട് അടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ വേഗം തന്നെ അത് ചെയ്യുക. എന്നിട്ട് വേണം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടോ. ഇത് മാത്രമല്ല, ഇനി ബാക്കിയുള്ള പണികളും ഉണ്ട്. ഞാൻ ഇരുന്നും കിടന്നും മടക്കി കൊണ്ടിരിക്കുകയാണ്. തീരുന്നേ ഇല്ല. ഓരോന്ന് അപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട്, ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അടുക്കി വെച്ചതിന് ശേഷം മടക്കി എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും വീണ്ടും എവിടെയാണ് വെക്കേണ്ടതെന്ന് തപ്പിക്ക് സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മടക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ നിന്ന് മടക്കാൻ തുടങ്ങി. അപ്പം ഞാനിതാ വീണ്ടും മടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മടക്കിയത് ഞാൻ എടുത്ത് കട്ടിലിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് തട്ടിമറിച്ച് വേണ്ടി ഇരുന്ന് മടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തുണികളൊന്നും തീരുന്നേ ഇല്ല. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ച് ഭാരപ്പെട്ട പണി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഇതിലും വലുത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ അത് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഒച്ച ഉണ്ടാക്കുന്നതല്ല, ഫോൺ വലിക്കുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ മടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ അടുക്കി പിടിക്കി വെച്ചത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബൈ ഫ്രം അമ്മൂസ്.